ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ് അല്ലേ? അപ്പോൾ അതേ കുറിച്ചിട്ട് കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫെസ്റ്റിവൽ വരുന്ന സമയത്തും നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ അതേക്കുറിച്ചിട്ടൊക്കെ ഇപ്പം എസ് എഴുതാൻ അല്ലെങ്കിൽ ഒരു അതേക്കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫെസ്റ്റിവൽ മാറ്റിയിട്ട് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളെ വിഷ് ചെയ്യട്ടെ. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ്. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസ് തുടങ്ങാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്മസ് ദിനമാണ് അല്ലേ? അതിപ്പോ വേറൊരു ഓണം സെലിബ്രേഷനോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പെരുന്നാൾ സെലിബ്രേഷനോ ഒക്കെ ആണെങ്കിൽ അതേ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ദിനമാണ്. എങ്ങനെ പറയാം? ടുഡേ ഈസ് ക്രിസ്മസ് ഡേ. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കുന്നു അല്ലെ? ഇന്ന് നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എങ്ങനെ പറയാം? ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് വിത്ത് ജോയ് ആൻഡ് ലവ്. നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഓക്കെ, ക്രിസ്മസ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമാണ്. എങ്ങനെ പറയൂ? ക്രിസ്മസ് ഈസ് എ ഡേ ഓഫ് ലവ് ആൻഡ് പീസ് അല്ലേ? സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദിനമാണ് ക്രിസ്മസ്. അതുപോലെ ഏത് സെലിബ്രേഷനും നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ദിനമാണ് എന്നെങ്ങനെ പറയാ? കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ദിനമാണ് അല്ലെ? ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ദിനമാണ്. ക്രിസ്മസ് ഈസ് എ വെരി ഹാപ്പി ഡേ ഓഫ് ചിൽഡ്രൻ. ക്രിസ്മസ് ഈസ് എ വെരി ഹാപ്പി ഡേ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അവർ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു എന്ന് നമുക്ക് പറയണം. എങ്ങനെ പറയും? ദേ ഡെക്കറേറ്റ് ദ ക്രിസ്മസ് ട്രീ. ദേ ഡെക്കറേറ്റ് ദ ക്രിസ്മസ് ട്രീ. അവർ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു. അവർ വീടുകൾ അലങ്കരിക്കുന്നു എന്നെങ്ങനെ പറയാ? അവർ വീടുകൾ അലങ്കരിക്കുന്നു. ദേ ഡെക്കറേറ്റഡ് അവർ ഹൗസസ് അല്ലേ? അവർ വീടുകൾ അലങ്കരിക്കുന്നു. പരസ്പരം സമ്മാനങ്ങൾ നൽകുന്നു അല്ലേ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഇതൊക്കെ. പരസ്പരം സമ്മാനങ്ങൾ നൽകുന്നു. വി ഗിവ് ഗിഫ്റ്റ്സ് ടു ഈച്ച് അതർ. വി ഗിവ് ഗിഫ്റ്റ്സ് ടു ഈച്ച് അതർ. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കുന്നു. എങ്ങനെ പറയാ? വി ഷെയർ ഫുഡ് ടുഗദർ. വി ഷെയർ ഫുഡ് ടുഗദർ. ഇത് നമുക്കിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാം അല്ലെ? ഇപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോയ സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. എല്ലാവരും പരസ്പരം ഫുഡ് പങ്കുവെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ഷെയർ ഫുഡ് ടുഗദർ. ഓക്കെ, നല്ല മനസ്സും കരുണയും നമ്മളിൽ വരട്ടെ എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഇതൊരു പ്രാർത്ഥനയാണ് അല്ലെ? നല്ല മനസ്സും കരുണയും നമ്മളിൽ വരട്ടെ. ലെറ്റ് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ അല്ലെ? കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കരുണ എന്നാണ് അല്ലെ? അപ്പം കൈൻഡ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ എന്നാണ്. അപ്പം കരുണയും നല്ല മനസ്സും നമ്മളിൽ വരട്ടെ എന്നാണ്. അപ്പം ലെറ്റ് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ ഗ്രോ ഇൻ അസ്. ലെറ്റ് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ ഗ്രോ ഇൻ അസ്. ഓക്കെ, പാട്ടുകളും പ്രാർത്ഥനകളും ഉണ്ടാകും. പാട്ടുകളും പ്രാർത്ഥനകളും ഉണ്ടാകും. ഇങ്ങനെ പറയാം? ദർ ആർ സോങ്സ് ആൻഡ് പ്രേയേഴ്സ്. ദർ ആർ സോങ്സ് ആൻഡ് പ്രേയേഴ്സ്. പാട്ടുകളും പ്രാർത്ഥനകളും ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ്, ഇനിയിപ്പം നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്. ക്രിസ്മസിനാകട്ടെ, ഈ ക്രിസ്മസിന് ഞങ്ങൾ യാത്ര പോകുന്നു. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മളൊക്കെ പറയാറുള്ള സെന്റൻസ് ആണ് ഈ ക്രിസ്മസിന് ഞങ്ങൾ യാത്ര പോകുന്നു. എങ്ങനെ പറയാം? അതായത് ഈ ക്രിസ്മസിന് ഞങ്ങൾ യാത്ര പോവുകയാണ് എന്ന് ഓൺ ദ സ്പോട്ടിലാണ് പറയുന്നത്. അപ്പം വി ആർ ട്രാവലിംഗ് ദിസ് ക്രിസ്മസ്. വി ആർ ട്രാവലിംഗ് ദിസ് ക്രിസ്മസ്. ഓക്കെ, ക്രിസ്മസ് അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു എന്നെങ്ങനെ പറയാ? ക്രിസ്മസ് അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെ പറയോ? വി ആർ ഗോയിങ് ടു അവർ ഹോം ടൗൺ. ഹോം ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അല്ലെ? അപ്പം വി ആർ ഗോയിങ് ടു അവർ ഹോം ടൗൺ ഫോർ ദ ക്രിസ്മസ് ഹോളിഡേയ്സ്. ക്രിസ്മസ് അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു അവർ ഹോം ടൗൺ ഫോർ ദ ക്രിസ്മസ് ഹോളിഡേയ്സ്. ഓക്കെ, ഇന്ന് രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി.
ഇന്ന് രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി. We started our journey this morning. We started our journey this morning. Okay. ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എങ്ങനെ പറയാ? We are traveling by train. We are traveling by train. ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പം ബസ്സിലൂടെയാണ് അല്ലെങ്കിൽ ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ we are traveling by bus. അല്ലേ? ബൈ ട്രെയിൻ, ബൈ ബസ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ we are traveling by train or by bus. ഓക്കെ. ഇനിയിപ്പോൾ അത് വിമാനാണെങ്കിലും നമുക്ക് ഇതേ സെന്റൻസ് തന്നെ പറയാം. we are traveling by flight or by plane എന്നൊക്കെ പറയാം. ഓക്കെ. നെക്സ്റ്റ്, ടിക്കറ്റുകൾ എടുത്തു. ഞങ്ങൾ ടിക്കറ്റുകൾ എടുത്തു. ഇങ്ങനെ പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു സെന്റൻസ് ആണ്. ടിക്കറ്റുകൾ എടുത്തു. വി ഹാവ് ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. വി ഹാവ് ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. ഞങ്ങൾ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയാണ്, ഈ യാത്ര വളരെ മനോഹരമാണ്. ഈ യാത്ര വളരെ മനോഹരമാണ്. എങ്ങനെ പറയാം? അപ്പൊ നമ്മളൊരു പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറയണമെങ്കിൽ ദിസ് ട്രിപ്പ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദിസ് ട്രിപ്പ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ യാത്ര വളരെ മനോഹരമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസ്മസിനെ കുറിച്ചിട്ട് എന്നല്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെന്റൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഓരോരോ സെലിബ്രേഷനും അതുപോലെ ഓരോരോ പാർട്ടികൾ ഓരോരോ ഫംഗ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. റോഡുകൾ നല്ല തിരക്കുണ്ട്. അല്ലെ? റോഡുകൾ നല്ല തിരക്കുണ്ട് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ പോകുന്ന വഴിയെ നമ്മൾ പറയാണ് റോഡുകൾ നല്ല തിരക്ക്, ബ്ലോക്ക് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു വസ്തു കാണുന്നില്ല, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇതുപോലെയുള്ള ഓരോരോ ഡേ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സെന്റൻസ് മേക്കിംഗ് പഠിച്ചിരിക്കണം. അതായത് എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം പോവുകയാണെന്ന് പറയുമ്പം എന്താണ് യൂസ് ചെയ്യേണ്ടത്, തുടങ്ങി എന്ന് പറയുമ്പം അവിടെ ഏതൊരു കാലത്തിലാണ് നമ്മൾ പറയുന്നത്, അത് അവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ സന്ദർഭം, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വേണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ ഓരോരോ സെന്റൻസും കാണാതെ പഠിച്ചിട്ട് ആ ഒരു സെന്റൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ തന്ന സെന്റൻസ് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ തൊട്ട് മുന്നത്തെ എല്ലാ വീഡിയോസും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.